അവന്റെ പേര് ആൽഫി. അവന് ഇന്ന് 26 വയസ്സാണുള്ളത്. അവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരു ദിവസം അവൻ അവന്റെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴാണ് അവൻ ഓർമ്മ വന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എഴുതായിരുന്നു. യൂഷ്വലായിട്ട് അവൻ ഓർമ്മ വന്നു അവന്റെ മാത്സ് നോട്ട്ബുക്ക് അവന്റെ വേറൊരു ഫ്രണ്ടിന്റെ കയ്യിലാണെന്നുള്ളത്. അത് മേടിക്കാൻ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പൊക്കോട്ടെ എന്ന് അവൻ അവന്റെ അമ്മോട് ചോദിക്കുകയും അമ്മ സമ്മതം പറഞ്ഞു. നീ പോയിട്ട് വേഗം വായോ, മഴയാണ് വരുന്നത്, നീ വേഗം വന്നോളോ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവൻ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അവൻ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെന്നു. യൂഷ്വലി നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ചെയ്യുക? കോളിംഗ് ബെല്ലടിക്കും. അവനും അത് തന്നെയാണ് ചെയ്തത്. കോളിംഗ് ബെല്ലടിച്ചു. അവന്റെ കൂട്ടുകാരൻ വന്ന് വാതിൽ തുറക്കും. എന്തേ വന്നേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ മാത്സ് നോട്ട്ബുക്ക് എനിക്കൊന്ന് തിരിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയി എടുത്തിട്ട് വരാം. അകത്ത് പോയ ആ കൂട്ടുകാരനെ തിരിച്ചു കാണാതായപ്പോൾ ആൽഫി ഒന്നും കൂടി കോളിംഗ് ബെൽ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കൂട്ടുകാരന്റെ അച്ഛൻ ആണ് ഇറങ്ങി വന്നത് പുറത്തോട്ട്. അച്ഛൻ ഒരു ജ്യോത്സ്യനാണ്. എന്നിട്ട് ചോദിച്ചു, നീ എന്തേ വന്നേന്ന് ചോദിച്ചു. എൻ്റെ ബുക്ക് അവൻ്റെ കയ്യിലുണ്ട്, ആ ബുക്ക് ഒന്ന് മേടിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ കൂട്ടുകാരൻ ഉള്ളിൽ നിന്ന് പറഞ്ഞു, നീ അകത്തോട്ട് കയറി വായോ, ഞാനത് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല, ഞാനൊന്ന് തപ്പിയെടുത്തോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ആ കൂട്ടുകാരന്റെ അച്ഛൻ പറയുകയാണ്, നീ അകത്തോട്ട് കയറണ്ട, നീ പുറത്ത് തന്നെ നിന്നാൽ മതി, അവൻ ബുക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അവന്റെ അച്ഛൻ അവനോട് അകത്തോട്ട് കയറണ്ട എന്ന് പറഞ്ഞത്? കൂട്ടുകാരൻ ആ ബുക്ക് എടുത്തു വരുന്നത് വരെ അച്ഛൻ അവിടെ തന്നെ നിന്നു. കൂട്ടുകാരൻ ബുക്ക് എടുത്തു വന്നു, അവന് കൊടുത്തു. ആൽഫി ആ ബുക്ക് മേടിച്ച് പോയി. ആൽഫി ആ വീടിന് പോകുന്നത് നോക്കി തന്നെ ആ അച്ഛൻ അവിടെ നിന്നു. ആൽഫി വീട്ടിലെത്തി അവന്റെ അമ്മോട് കാര്യം പറഞ്ഞു. എൻ്റെ കൂട്ടുകാരന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ അകത്തോട്ട് കയറണ്ട എന്ന് പറഞ്ഞു എന്ന്. അമ്മ പറഞ്ഞു, സാരില്ല, നീ വിഷമിക്കണ്ട. എന്തുകൊണ്ടായിരിക്കും അമ്മ ആ അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അവർ ഹിന്ദു മതസ്ഥരാണ്, അവർക്ക് എന്തെങ്കിലും മാംസം കഴിച്ച ആൾക്കാർ അകത്തേക്ക് കയറാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആൽഫി അത് കേട്ട് സമാധാനിച്ചു. എന്നാൽ പിറ്റേ ദിവസം തിരിച്ചു സ്കൂളിലെത്തിയ കൂട്ടുകാരനോട് ആൽഫി ചോദിച്ചു, എന്താടാ നിന്റെ അച്ഛനോട് അകത്തോട്ട് കയറണ്ടായി എന്ന് പറഞ്ഞും ചോദിച്ചു. അപ്പോൾ ആൽഫിയുടെ കൂട്ടുകാരൻ പറയുകയാണ്, നിന്റെ കൂടെ ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു, അത് എൻ്റെ അച്ഛൻ കണ്ടു. ആ കൂട്ടുകാരൻ്റെ അച്ഛൻ ഒരു ജ്യോത്സ്യനാണ്, ആ സ്ത്രീയെ എൻ്റെ അച്ഛൻ കണ്ടു. അപ്പോൾ ഇവനാകെ പേടിയായി. പേടി കൊണ്ട് അവന് കരയാൻ തുടങ്ങി. എൻ്റെ കൂടെ ആരേനെ കണ്ടത് അച്ഛൻ? എന്താ നീ പറയണേ? അവനാകെ പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം അവൻ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇരുന്നതെന്ന് അവന് പോലും അറിയില്ല. അത്രയ്ക്ക് പേടിച്ച് വിരണ്ട മനസ്സുകൊണ്ടാണ് അവൻ ആ ക്ലാസ് റൂമിൽ ഇരുന്നത്. അവൻ തിരിച്ചു വീട്ടിലെത്തി. അവന്റെ അമ്മോട് പറഞ്ഞു, അമ്മേ, അവന്റെ അച്ഛൻ ഇങ്ങനെ കണ്ടു എന്ന് പറയണു, എനിക്കറിയില്ല ഇത് എന്താ സംഭവം. അപ്പൊ അവന്റെ അമ്മ അവനെ സമാധാനിപ്പിച്ചു. നീ വിഷമിക്കേണ്ട, അവൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. 20ാം വയസ്സിലും അവനെ ഇതേ സംഭവം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ ഇത് പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് അവൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവന്റെ 20ാമത്തെ വയസ്സിൽ അവൻ ബിഗ് ബസാറിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അവൻ രാത്രി അവൻ ഏകദേശം 10 മണിക്ക് ശേഷമാണ് അവന്റെ ആ ഷോപ്പിൽ നിന്ന്, ബിഗ് ബസാറിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങുക. എല്ലാവർക്കും അറിയായിരിക്കും തൃശ്ശൂർ മൃഗശാല. ആ മൃഗശാലയുടെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതികഠിനമായ മഴയിൽ അവന്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. നല്ല ഇരുട്ടും നല്ല മഴയും ഉണ്ടായിരുന്നു. മഴയുടെ കാഠിന്യം കൂടിയ കാരണം അവൻ ആ ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുകയാണ്. മഴ പോരുന്നവരെ അവൻ ആ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് അത് സംഭവിച്ചത്. ഒരു ഫാമിലി ഒരു ബൈക്കിൽ, ഒരു അമ്മയും അച്ഛനും കുട്ടിയും ഒരു ബൈക്കിൽ വന്നിറങ്ങുകയാണ്. ഇവൻ നിന്ന പോലെ തന്നെ മഴ കാരണം മഴയുടെ കാഠിന്യം സഹിക്കാൻ പറ്റാതെ തന്നെ നിന്ന ആൾക്കാരാണ്. ഇവൻ അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എവിടെ പോയിട്ടാണ് വരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി ആ വന്നിട്ടുള്ളിൽ ഒരു അമ്മയും അച്ഛനും മകളും, ഒരു ഫാമിലിയാണ് ആ വണ്ടിയിൽ വന്നത്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ തൃശ്ശൂർ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്, മഴ എത്ര കാര്യമാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി എന്ന് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം, ഒരു അരമണിക്കൂറിനടുത്ത് സംസാരിച്ച് നിൽക്കുകയും കൂടി ചെയ്തു. മഴയെല്ലാം തോർന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും വണ്ടിയിൽ അവരവരുടെ ബൈക്കിൽ കയറി യാത്ര പോകാൻ, അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഇവൻ ശ്രദ്ധിച്ചത്, അവരവരുടെ ജാക്കറ്റും റെയിൻകോട്ട് എല്ലാം എടുത്തിട്ടു. അവരവരുടെ മകളെ റെയിൻകോട്ട് ഇടിയിപ്പിച്ചു. അതുപോലെ തന്നെ ആ അച്ഛനും റെയിൻകോട്ട് ഇട്ടു. എന്നിട്ട് ബൈക്കിൽ കയറിയിരുന്ന് പോവുകയാണ്. കൂടെ വന്ന ആ സ്ത്രീ ഇപ്പോഴും ആ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പോലും അറിഞ്ഞിട്ടില്ല അവരുടെ കൂടെ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ളത് തന്നെ.
വർത്താനം പറയുമ്പോഴും ആ സ്ത്രീ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ യാതൊരുവിധ സംസാരവും സംഭാഷണവും ഒന്നും ആ സ്ത്രീ മിണ്ടുന്നില്ല. ഇവർ തന്നെ അറിയാതെ, ആ ഫാമിലി അറിയാതെ അവരുടെ കൂടെ ആ സ്ത്രീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇവന് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവൻ ആ ബൈക്കിലെടുത്ത് തിരിച്ചു പോകുമ്പോൾ ആ ചേട്ടനും മോളും, ആ അച്ഛനും മോളും തിരിച്ചു പോയി. അതിന്റെ പിന്നാലെ തന്നെ ഇവൻ ആ ബൈക്ക് എടുത്ത് തിരിച്ചു പോയി. ഒരു 50 മീറ്ററോളം തിരിച്ചു പോയി തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചേച്ചി ആ ബസ് സ്റ്റോപ്പിലില്ല, അപ്രതീക്ഷിതമായി കഴിഞ്ഞു. ആരായിരിക്കും ആ സ്ത്രീ? അവനാകെ പേടിച്ചു. അവനപ്പോ തന്നെ ഓർമ്മ വന്നത് അവന്റെ 8ാം ക്ലാസ്സിൽ അവനുണ്ടായിരുന്ന അനുഭവമായിരുന്നു. അവൻ എങ്ങനെയാണ് ആ ഇടിവെട്ടിൽ അവന്റെ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അവൻ ഇന്നും അറിയില്ല. അങ്ങനെ അവൻ തിരിച്ചെത്തി. അവന്റെ ഫാമിലിയോട് അവൻ കാര്യം പറഞ്ഞു. പക്ഷെ ഇത് കേട്ട ആൾക്കാർ പിന്നെയും ഇവന്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും തുടർന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു. ഇവർ ഒരു ക്രിസ്തു മതസ്ഥരായതുകൊണ്ട് തന്നെ അവർ പല പള്ളികളിലും പോയി പല വൈദികരെ കാണുകയും പ്രാർത്ഥന ചൊല്ലുകയും കഠിനമായ പ്രാർത്ഥനയിൽ മുഴുകിയ ഫാമിലി മുന്നോട്ട് പോയി. അവനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു മോചിതനാക്കണമേ എന്ന് പറഞ്ഞു. പക്ഷെ അവനെ പിന്നെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെയുള്ള ദുരനുഭവം. പിന്നെയും 2 വർഷത്തിനു ശേഷം ഇവനെ ഇതേപോലെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവം ഇവനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. അത് എന്താണെന്നുണ്ടെങ്കിൽ ഇവനൊരു ഇന്റർവ്യൂവിന് കോട്ടയം ജില്ല വരെ പോകേണ്ടി വന്നു. ഇവൻ ബൈക്കിൽ തന്നെയാണ് പോയത്. ഇവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഇവൻ പോയ വഴി തന്നെയാണ് തിരിച്ചു വരുന്നതും. ആ സമയത്താണ് വഴി ഒരു റോഡ് ക്ലോസ്ഡ് എന്നുള്ള ഒരു ബോർഡ് കാണുന്നതും ടേക്ക് ഡൈവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ആ വഴിയിലേക്ക് തിരിഞ്ഞു. ഇവന്റെ ബാക്കിലും നിറയെ വണ്ടികളുണ്ടായിരുന്നു. ഇവൻ ആ വഴിയിലേക്കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇടിയും മഴയും വരാൻ നിൽക്കുന്ന സമയമാണ്. കാരണം കാർമേഘങ്ങളെല്ലാം ഇരുണ്ടുകൂടി ഇങ്ങനെ മൂടപ്പെട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇവൻ മുന്നോട്ട് പോവുകയാണ്. പോകും തോറും ഇവന്റെ പിന്നിലുള്ള വണ്ടികളൊന്നും കാണാനില്ലാണ്ട് ഇവൻ മുന്നോട്ട് പോകാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഇവനെങ്ങനെയെങ്കിലും ഹൈവേ എത്തണം, ഇതൊരു ഇരുണ്ട് പിടിച്ചൊരു വഴിയായതുകൊണ്ട് എങ്ങനെയെങ്കിലും മെയിൻ റോഡിൽ കടക്കണം എന്നുള്ള ടെൻഡൻസിയിൽ ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും ഇവന്റെ പിന്നിലുള്ള വണ്ടികളെല്ലാം കാണാനില്ലാതെയായി. പിന്നെ ഇവൻ ജസ്റ്റ് ഇവന്റെ മിററിൽ കൂടെ ശ്രദ്ധിച്ചപ്പോൾ ഇവന് മനസ്സിലായി കഴിഞ്ഞു എന്റെ പിന്നിൽ ഒറ്റ വണ്ടിയും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ പേടിയായി. ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും? വഴിയിലാണെങ്കിൽ ആരുമില്ല, വീടുകളില്ല, കടകളില്ല, ഒന്നുമില്ല. ആകെ റബ്ബറും തോട്ടങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇവൻ ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്തോറും സ്ട്രീറ്റ് ലൈറ്റ് വരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇവൻ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരു ചേച്ചിയെ കണ്ടു. ആ ചേച്ചിയോട് ഇവൻ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും കാണുന്ന പോലെ ഒരു ചേച്ചി അവിചാരിതമായിട്ടോ അല്ലെങ്കിൽ അവൻ മുന്നേ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ആകെ പേടി വരാൻ തുടങ്ങി. അങ്ങനെ പേടിച്ച് വരച്ചുകൊണ്ട് തന്നെ അവൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഹൈവേയിലേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. ആ ചേച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാലോ മോനെ, നീ എന്നെ ആ കയറ്റത്തുള്ള വളവിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവൻ ആ ചേച്ചിക്ക് ലിഫ്റ്റ് കൊടുക്കുകയും ആ ചേച്ചി അവന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുകയുമാണ് ചെയ്തത്. എന്നാൽ ഇവന്റെ തുടർന്നുള്ള ഈ യാത്രയിൽ ഈ ചേച്ചി ഇവനോട് വാത്തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോന്റെ വീട് എവിടെയാ? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും കുട്ടികളും ഒക്കെയുണ്ട്. നിന്റെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കില്ലേ? അങ്ങനെ വാത്തോരാതെ ഇവനൊന്നും ചോദിക്കാതെ തന്നെ ഇവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചേച്ചി. എന്നാൽ ഒരു സ്ഥലം എത്തിയപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നീ ഇവിടെ എന്നെ ഇറക്കി വിട്ടോളൂ. എന്നിട്ട് നീ നേരെ പോയി ഒരു കനാല് കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചായക്കട കാണാം. അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. നീ അവരോട് ചോദിച്ചാൽ മതി ഹൈവേയിലേക്ക് എങ്ങനെ പോവാന്നുള്ളത്. അപ്പൊ നിനക്ക് കറക്റ്റായി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി അവിടെ ഇറക്കി വിട്ടുകൊണ്ട് ഇവൻ മുന്നോട്ട് പോവുകയാണ്. തികച്ചും ഇരുണ്ട് പിടിച്ച വഴി. ഇവ മുന്നോട്ട് പോകും തോറും ഇവനെ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു കനാൽ എത്തുകയും ആ കനാലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞപ്പോൾ ഇവൻ ആ ചായക്കട കാണുകയും ചെയ്തു. അപ്പോഴാണ് അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവനൊരു സമാധാനമായി, കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടൂലോ. ആകെ ഇരുണ്ട് പിടിച്ച വഴിയിൽ നിന്ന് കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിന് ആകെ ഒരു സമാധാനം. പക്ഷേ ഇവൻ ആ ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തുന്നതും ഇവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് ആ ചായക്കടയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവനോട് ചോദിച്ചത്. നീ എങ്ങനെയാണ് ഇവിടെ ഈ വഴിയിൽ വന്നുപെട്ടത്? നീ എവിടെ നിന്നാണ് വരുന്നത്? നിനക്കാരാണ് ഈ വഴി പറഞ്ഞു തന്നത്? ഇങ്ങനെ സംഭ്രമകരമായ ഒരു അന്തരീക്ഷം തന്നെ അവിടെയുള്ള ആൾക്കാർ അവരുടെ മുന്നിൽ സൃഷ്ടിച്ചു. അവൻ പറഞ്ഞു, ചേട്ടാ എനിക്കിങ്ങനെ വഴി തെറ്റി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ റോഡ് പണി കണ്ടത്. അങ്ങനെ ഞാൻ ടേക്ക് ഡൈവേഷൻ എടുത്ത് ഈ വഴിയിൽ വന്നുപെട്ടു. പിന്നെ ഒരു ചേച്ചിയാണ് എനിക്ക് വഴി പറഞ്ഞു തന്നത്. ആ ചേച്ചി എന്നോട് ലിഫ്റ്റ് ചോദിക്കുകയും ചെയ്തു. ഞാൻ ആ ചേച്ചി ആ കയറ്റത്ത് ഇറക്കി വിടുകയും ചെയ്തു എന്നത്. പക്ഷേ
ഇത് കേട്ട ഉടനെ ആ ആളുകളുടെ മുഖത്തെല്ലാം സംഭ്രമമാണ് ഫീൽ ചെയ്തത്. അവരെന്നോട് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി മുതൽ ഈ വഴിക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും വരണ്ട, ആ വഴിയിലൊന്നും ചെന്ന് പെടരുത് എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇവനാകെ അത് കേട്ടോടുകൂടി ആകെ സംഭ്രമമായി. കാരണം ഇവ മുന്നേ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആരായിരിക്കും ആ ചേച്ചി എന്ന് പേടിയും വെപ്രാളവും എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. പക്ഷെ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് വഴി ചോദിച്ചപ്പോൾ അവർ കറക്റ്റായി വഴി പറഞ്ഞു തരികയും അവൻ ഹൈവേയിൽ ചെന്ന് കയറുകയും ചെയ്തു. അവിടെ നിന്നും എങ്ങനെയാണ് അവൻ തൃശ്ശൂർ വീട്ടിലെത്തിയതെന്ന് അവന് പോലും അറിയില്ല. അതേപോലെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവൻ വീട്ടിലെത്തിയത്. ഇന്നത്തെ അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിലും കഠിനമാണ്. കാരണം ഇതേപോലെയുള്ളൊരു സാഹചര്യം എപ്പോ ഇനിയും അവന്റെ ലൈഫിൽ ഉണ്ടാവോ എന്ന് പേടിച്ചാണ് അവൻ ജീവിക്കുന്നത്. അവൻ ഒരുപാട് പ്രാർത്ഥനയിലും, കാരണം ഒരു ക്രിസ്ത്യൻ കുടുംബമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥനയിലും ഭക്തിയിലാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ പലർക്കും ഇതൊരു അൺറിയലിസ്റ്റിക് സ്റ്റോറി ആയിട്ട് തോന്നും. പക്ഷെ ഇത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ആരായിരിക്കും ആ ചേച്ചി? ആരായിരിക്കും ആ സ്ത്രീ? എന്തുകൊണ്ടായിരിക്കും എൻ്റെ കൂടെ തന്നെ തുടരുന്നത്? എന്തുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം കാണാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകി പേടിച്ച് ജീവിക്കുകയാണ് ഇന്നവൻ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കഥ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഇതേപോലുള്ള അൺറിയലിസ്റ്റിക് ആയിട്ട് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കഥയും ഇതേപോലെ സ്റ്റോറി ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. അതേപോലൊരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ആ വ്യക്തി കടന്നു പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.